അപ്പോൾ അയാൾ പറഞ്ഞ് കയറി ഞാൻ ഇവർ രണ്ടുപേരെയും കൊല്ലും, ഞാൻ ചാവുന്നു. ജെല്ല് ആദ്യം തുറന്നപ്പോൾ അയാൾ കത്തി കഴുത്തിക്കൊണ്ട് വെച്ചു. സുനിലിനെ നോക്കണ്ട, അവനെ അങ്ങ് ഷൂട്ട് ചെയ്തേക്കാൻ പറഞ്ഞു. വെൽക്കം ബാക്ക് സുനിൽ സാർ. സാറിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയൊക്കെ ഇപ്പൊ എങ്ങനെ പോകുന്നു? ഇൻവിൻസിബിൾ സ്പൈ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് നല്ല രീതിയിൽ പോകുന്നുണ്ട്, നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അതിനെ കുറച്ച് ആഡൊക്കെ ചെയ്തായിരുന്നു ഇത്തവണ. ഇപ്പോൾ നന്നായി പോകുന്നുണ്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ റെസ്പോൺസ് നല്ലതായിരുന്നു. അത് ഒരു പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു മർഡർ, ഒരു കുറ്റവാളി പ്ലാൻ ചെയ്ത മർഡർ, അത് നമ്മളെങ്ങനെ നമ്മുടെ ടീം എല്ലാം കൂടെ ചേർന്ന് എങ്ങനെ അത് പൊളിച്ചു എന്നുള്ള ഒരു വീഡിയോ ആയിരുന്നു. അത് നല്ല റെസ്പോൺസാണ് കിട്ടിയത്. നമുക്ക് ഇത്തവണ ഏത് ഇൻവെസ്റ്റിഗേഷനെ പറ്റി പറയാൻ പറ്റും? ഇത്തവണ ഇൻവെസ്റ്റിഗേഷൻ എന്നതിനേക്കാൾ കൂടുതൽ ഒരു ആക്ഷൻ അത് പറയാമെന്ന് വിചാരിച്ചു. അതായത് നമ്മൾ ഒരു കുറ്റവാളിയുടെ കത്തിമുനയിൽ നിന്നും ഒരു അമ്മയും കുഞ്ഞിനെയും രക്ഷിച്ച ഒരു സംഭവം പറയാമെന്നാണ് വിചാരിക്കുന്നത്. അന്ന് ഞാൻ മലപ്പുറത്ത് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്നു. ഒരു ദിവസം ഒരു വീട്ടിൽ ഒരമ്മയെയും കുഞ്ഞിനെയും കൂടെ ഒരാൾ വീടിനകത്ത് കയറി കഴുത്തിൽ കത്തി വെച്ചിട്ട് 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നും അത് കൊടുത്തില്ലെങ്കിൽ അവരെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഒരു അറിവ് പോലീസ് സ്റ്റേഷനിൽ കിട്ടി. എന്നെ അറിയിക്കുന്നതിന് മുമ്പ് തന്നെ ASI അന്നൊരു ഗോപാലകൃഷ്ണനാണെന്ന് തോന്നുന്നു, ഗോപാലകൃഷ്ണനും സേവിയറും അന്നത്തെ SI, അദ്ദേഹം മരിച്ചുപോയി, തൃശ്ശൂർക്കാരനായിരുന്നു, വളരെ നല്ല സ്മാർട്ടർ ഓഫീസർ. അവർ രണ്ടുപേരും കൂടെ എന്നെ അറിയിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നേരത്തെ ജീപ്പ് കൊടുത്തുകൊണ്ട് പോയി. ഞാൻ വിചാരിച്ചു വളരെ നിസ്സാരമായ എന്തോ ഒരു സംഭവമാണെന്ന് വിചാരിച്ചു. അവർ പോയി ഹാൻഡിൽ ചെയ്തിട്ട് വരുമെന്ന് കരുതി. കുറച്ച് കഴിഞ്ഞിട്ട് അവരെ കാണാതെ വന്നപ്പോഴത്തേക്ക് സ്റ്റേഷനിലേക്ക് വീണ്ടും കോൾ വന്നു, അർജൻറ്റായിട്ട് ചെല്ലണം, അവിടെ സിറ്റുവേഷൻ വളരെ മോശമാണ്, അയാൾ ഇവരെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് പെട്ടെന്ന് ചെല്ലണം എന്ന് പറഞ്ഞ് വിളിച്ചനുസരിച്ച് ഞാനും പാർട്ടിയും കൂടെ പെട്ടെന്ന് ആ സംഭവ സ്ഥലത്തേക്ക് ചെന്നു. സംഭവ സ്ഥലത്ത് ചെല്ലുമ്പോൾ അന്ന് ആ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും മതിലിൻ്റെ പുറത്തും അകത്തുമൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇയാൾ വാതിലടച്ച്, വലിയൊരു വീടാണ്, ആ വീടിൻ്റെ അകത്ത് വാതിലടച്ചിട്ട് ഈ കുട്ടിയുടെയും അമ്മയുടെയും നേരെ കത്തി ഇങ്ങനെ വെച്ചിട്ട് അവരെ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുകയാണ്. ഇടയ്ക്ക് പുറത്ത് നിൽക്കുന്നവർ അങ്ങോട്ട് എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട്, അയാൾ തിരിച്ച് അതിനേക്കാളും വലിയ ഭാഷയിൽ തിരിച്ചു പറയുന്നുണ്ട്. വലിയൊരു സംഘർഷാത്മകമായ സിറ്റുവേഷനാണ്. അപ്പോൾ ആൾക്കാർ ഇത് പൊളിച്ചകത്ത് കയറാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞ് കയറി ഞാൻ ഇവർ രണ്ടുപേരെയും കൊല്ലും, ഞാൻ ചാവുന്നു. അപ്പം ആരോ ജനൽ ആദ്യം തുറന്നപ്പോൾ അയാൾ കത്തി കഴുത്തിക്കൊണ്ട് വെച്ചു. പിന്നെ എല്ലാവരും കൂടെ സമാധാനിപ്പിച്ചാണ്. അയാൾ വളരെ അഡമൻ്റായിട്ട് നിൽക്കുന്നു, വളരെ നല്ല കായികമായ ശക്തിയുള്ള ഒരാളാണ്, നല്ല ഉയരമുള്ള ഒരാളാണ്. അപ്പോൾ സിറ്റുവേഷൻ വളരെ മോശമാണ്. ഞാൻ ചെന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എന്നോട് അയാൾ യാതൊരു വിധത്തിലുള്ള കൂസലുമില്ലാതെയാണ് സംസാരിക്കുന്നത്. ഇതൊക്കെ ഞാൻ കുറേ കണ്ടതാണ്, കഴിഞ്ഞതാണ്, എന്നെ പറ്റി നിങ്ങൾക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടിയും അമ്മയും അകത്ത് കത്തിയുടെ മുന്നിൽ നിൽക്കുന്നു, അടച്ചിരിക്കുന്നു, അതാണ് അയാളുടെ ബലം. തന്നെയല്ല, വളരെ തന്ത്രപരമായി അയാൾ ഈ ഭിത്തിയോട് ചേർന്നാണ് പുറകുവശം, മുൻവശത്ത് അമ്മയെയും കുഞ്ഞിനെയും അയാളൊരു ഷീൽഡ് പോലെ, ഒരു പരിചയ പോലെ നിർത്തിയിട്ടുണ്ട്. കത്തി ഇടയ്ക്കിടയ്ക്ക് കൊച്ചിൻ്റെ കഴുത്തിൽ വയ്ക്കും, അമ്മയുടെ കഴുത്തിൽ വയ്ക്കും, മാറി മാറി അങ്ങനെ ആൾക്കാരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർക്ക് കയറാൻ മടി, പുറത്തുനിന്ന് പലതും പ്ലാൻ ചെയ്താലും അതൊന്നും നടക്കാത്തൊരവസ്ഥയാണ്. ഞാൻ ചെന്ന് കുറച്ചു നേരം സംസാരിച്ചിട്ട് അയാൾ വഴങ്ങുന്നില്ല. അപ്പോഴത്തേക്ക് എന്നെ മലപ്പുറത്ത് SP അവർ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇതാണ് കാര്യമെന്ന് പറഞ്ഞു. സുനിലിനെ നോക്കണ്ട, അവനെ അങ്ങ് ഷൂട്ട് ചെയ്തേക്കാൻ പറഞ്ഞു. അദ്ദേഹം വളരെ ധൈര്യമുള്ളൊരു ഉദ്യോഗസ്ഥരാണ്, അദ്ദേഹം അതൊക്കെ പറഞ്ഞ് ചെയ്യുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു DYSP അങ്ങോട്ട് അയക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു അല്പം കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നത്തെ മലപ്പുറം DYSP മൂസ സാറാണെന്ന് തോന്നുന്നു, അദ്ദേഹം അവിടെ എത്തി. DYSP അദ്ദേഹം സ്ഥലത്ത് വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതിനൊരു പ്ലാൻ ഉണ്ടാക്കാൻ മാറി നിന്ന് സംസാരിക്കായിരുന്നു. അപ്പം വീണ്ടും ജനൽ വഴി ഒന്ന് നോക്കിയപ്പം ഇയാൾ നമുക്ക് വെടിവെക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കവറാണ് എടുത്തിരിക്കുന്നത്. ഇയാളുടെ നേരെ മുൻവശത്ത് അമ്മയും കുഞ്ഞും, അവരുടെ പുറകിൽ അയാൾ ഒളിച്ചു നിൽക്കുകയാണ്. നമുക്ക് വെടിവെക്കാനുള്ള ഗ്യാപ്പ് വളരെ കുറച്ചേ ഉള്ളൂ. വെടിവെക്കണമെങ്കിൽ തലയ്ക്ക് വെക്കണം, കാലിൽ വയ്ക്കാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ ഡ്രസ്സ് കൊണ്ട് നമുക്ക് കാലൊന്നും കാണത്തില്ല, ആരുടെ കാലിലാണ് വെടികൊള്ളുകയെന്ന് പറയാൻ പറ്റില്ല. ഇയാളുടെ ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് ഫ്രീ ആയി കിട്ടുന്ന ഒരു അവസ്ഥ ഇല്ലാതെ അയാൾ ഒളിച്ചു നിൽക്കാൻ. അത് കണ്ടപ്പോഴാണ് ഇയാൾ എവിടേക്കോ പരിശീലനം ശ്രദ്ധിച്ച ഒരാളെപ്പോലെ തോന്നി. അപ്പോൾ ഞങ്ങൾ തൽക്കാലം ഒരു അല്പനേരം പെൻഡിങ്ങിൽ വെക്കാം എന്ന് തീരുമാനിച്ചു. എന്തെങ്കിലും ഒരു അയാളുടെ ശ്രദ്ധ തെറ്റുകയോ എവിടെയെങ്കിലും ഒന്ന് മൂവ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ഈ കുട്ടി കരയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി.
ഞാൻ ആ ജനലിൽ കൂടെ ആ സ്ത്രീയോട് വിളിച്ച് പറഞ്ഞു, കുട്ടി കരയുന്നത് കണ്ടില്ലേ നിങ്ങൾ ഇത് നോക്കി നിൽക്കുകയാണോ? കൊച്ചിനെന്തെങ്കിലും പാല് കൊടുക്കും, കുറച്ച് നേരമായില്ലേ, അത് പേടിച്ച് നിൽക്കുകയല്ലേ, കുറച്ച് പാല് കൊടുക്കുമെന്ന് പറഞ്ഞു. പാല് കൊടുക്കുമെന്ന് പറഞ്ഞ അപ്പോൾ ആ നിമിഷത്തിൽ ആ സ്ത്രീ അവിടെ നിന്ന് മൂവ് ചെയ്തു, നേരെ ടോയ്ലറ്റിനകത്തേക്ക് കയറി ചെറിയ അതിൻ്റെ വാതിൽ അടച്ചു. അപ്പോൾ ഇയാൾ കൂടെ കയറാൻ പോയപ്പോൾ ഞാൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചു, ഇനി അത് പാല് കൊടുക്കണമെന്ന് എനിക്ക് കാണണമെന്ന് ചോദിച്ചോടി ഇയാളൊരു കൺഫ്യൂഷനായി, ഇത്രയും ആൾക്കാർ നിൽക്കുകയല്ലേ, എനിക്ക് കാണണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അയാൾ ജസ്റ്റ് ഒരു കൺഫ്യൂഷനോടുകൂടി എന്നെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അയാൾ നോക്കിയപ്പോൾ ഈ വാതിൽ വളരെ നേർത്തതാണ്, ഒറ്റത്തട്ടിന് പൊളിക്കാവുന്ന മറ്റേ ചെറിയൊരു ഫൈബർ കൊണ്ടുള്ളൊരു വാതിലാണ്. അപ്പോൾ അയാൾ സമാധാനിച്ചു, ഇനി അകത്തുനിന്ന് പൊളിച്ചു വരുന്നതിന് മുമ്പ് നമുക്ക് ഇത് ശരിയാക്കാം എന്നൊരു ധാരണയിൽ അയാൾ അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ എന്നോട് അപ്പം ഞങ്ങൾ ഇത് പ്ലാൻ ചെയ്യുമ്പോൾ ഇയാൾ അതിന് സംസാരിക്കാൻ തുടങ്ങിയപ്പം ഇയാൾ വീണ്ടും ആ ടോയ്ലറ്റിൻ്റെ അടുത്തേക്ക് മാറുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ ഇയാൾ ഇടിച്ചു പൊളിച്ച് കയറാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അവിടെ തന്നെ DYSP അദ്ദേഹം അവിടെ നിൽക്കുന്നു, ഞാൻ അപ്പുറത്ത് കൂടെ വന്നിട്ട് പുറവശ കുട്ടികളോട് ഈ വാതിലിൻ്റെ തേക്കിൻ്റെ വാതിലാണ്. ആളുകളോട് ഞാൻ ചോദിച്ചു ഇതിൻ്റെ കനമൊക്കെ. അപ്പം പുറത്തുനിന്ന് അകത്തുനിന്ന് അപ്പുറത്ത് ജനലിൽ നിന്ന് നോക്കുമ്പോൾ 3 കൊളുത്ത് കാണാം. അതിൽ 2 ഇട്ടിട്ടുണ്ട്, താഴത്ത് ഇട്ടിട്ടില്ല. ഞാൻ ആ പിള്ളേരോട് പറഞ്ഞു, നമുക്ക് ഈ കൊളുത്തിൻ്റെ ഭാഗത്ത് നമുക്കൊന്ന് ആഞ്ഞ് ചവിട്ടിയാൽ ഇത് ചിലപ്പോൾ പൊളിഞ്ഞേക്കും, ഒരു ചവിട്ടിട്ട് പൊളിക്കണം, എല്ലാവരും കൂടെ കൂടാവോ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ അവിടുത്തെ മിടുക്കന്മാരൊരു 5 പേര്, എനിക്കിപ്പോഴും അവരുടെ ചിലരുടെയൊക്കെ മുഖം ഓർമ്മയുണ്ട്, നല്ല തടിമെടുക്കുള്ള ഒരു 4-5 പേര് വന്നു. അപ്പം ഞാനും എൻ്റെ സ്ക്വാഡിലെ സത്യൻ, ശശി, കുമാരൻകുട്ടി, ആ ടീമൊക്കെ ഉണ്ട് കൂടെ ഉള്ളത്. അപ്പോൾ അതിൽ ഞങ്ങൾ 5 പേര് 5-6 പേര് ഒരുമിച്ച് ഈ വാതിൽ ചവിട്ടാൻ വേണ്ടി ഒന്ന് പ്രാക്ടീസ് ചെയ്തു. 1, 2, 3 അങ്ങനെ ഒരു 3, 4, 5 പ്രാവശ്യം ഒരേ ടൈമിൽ ഇതേ പ്രസ് ചെയ്യത്തക്ക വിധത്തിൽ ഞങ്ങളത് പ്രാക്ടീസ് ചെയ്തു. പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അടുത്ത മൂവ്മെൻറ്റ് നമുക്ക് ഒരുമിച്ച് ചവിട്ടാമെന്ന് തീരുമാനിച്ചു. DYSPയോട് ഞാൻ ഒരു സെക്കൻഡ് നിങ്ങൾ കൈ കൊണ്ട് കാണിച്ചു. അദ്ദേഹത്തോട് ഞാൻ അങ്ങോട്ട് ചെന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞങ്ങളൊന്ന് ചവിട്ടി പൊളിച്ച് നോക്കട്ടെ. അപ്പോൾ എന്നോട് പറഞ്ഞു, അതിനു മുമ്പ് ഇവൻ കയറുമോ, കയറുകയാണെങ്കിൽ നമുക്ക് പൊട്ടിക്കാൻ സാർ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടല്ലോ തോക്ക്. അപ്പോൾ ഞാൻ തിരിച്ചു വന്നു, ഈ കുട്ടികളോട് റെഡിയായിക്കൊള്ളാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ കാത്തു നിന്നില്ല. 1, 2, 3 എല്ലാവരും കൂടെ ആഞ്ഞൊരു തൊഴി. പക്ഷെ ആദ്യത്തെ ചവിട്ടിന് അത് പൊളിഞ്ഞില്ല, കൊളുത്തെല്ലാകുന്നു. രണ്ടാമത്തെ ആഞ്ഞുള്ള ചവിട്ടിന് അതിൻ്റെ കൊളുത്തെല്ലാം തെറിച്ചു പോയി. വാതിൽ തുറന്നു, ഞങ്ങൾ അകത്തേക്ക് ചാടിക്കയറി. അകത്തേക്ക് ചാടിക്കയറാൻ തിക്കും തിരക്കുമായിരുന്നു. ചാടി കയറിയവർ നേരെ ഇയാളെ പുറത്തേക്ക് അങ്ങ് വീണു. നേരത്തെ കൊടുത്ത ട്രെയിനിങ്ങാണ്. കത്തി കൊണ്ട് അയാളുടെ ദേഹം മുറിക്കാനോ നമ്മളെ കുത്താനോ ഇടവരുത്തരുത് എന്നുള്ള ഒരു പ്രത്യേകമായ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ചാടി അകത്ത് കയറിയത്. പക്ഷേ അകത്ത് കയറാൻ രണ്ടാമത്തെ ചവിട്ടേണ്ടി വന്നതുകൊണ്ട് അയാൾക്ക് 1 സെക്കൻഡ് സമയം കിട്ടി. ഞങ്ങൾ എരിച്ച് കയറുന്ന സമയത്ത് അയാളുടെ ഇടത് കൈത്തണ്ട ഈ കത്തി വെച്ച് മുറിച്ചു. ചെന്നയാളെ പിടിക്കുമ്പോഴത്തേക്ക് ചോര തെറിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ദേഹത്തേക്ക്. എനിക്ക് പേടിയായി, കാരണം ഈ കയറിയ കുട്ടികളെ ആരെങ്കിലും ഇയാൾ കുത്തി വന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ അയാളുടെ ഇടത് കൈത്തണ്ടയാണ് മുറിച്ചതെന്ന് മനസ്സിലായപ്പോൾ ഒരു സമാധാനം തോന്നി. പിന്നെ ഇയാളെ പിടിക്കാൻ പറ്റാത്ത വിധത്തിൽ ഈ ചോര വീണിട്ട് അവിടെ ഇവിടെയൊക്കെ സ്ലിപ്പ് ചെയ്യാണ്. ഇയാൾ താഴെ കിടക്കുന്നു, ഞങ്ങൾ 3-4 പേര് അയാളുടെ പുറത്തുണ്ട്. അവിടെ നിന്ന് ഒരു വിധത്തിൽ അയാളെ പൊക്കിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നു. അവിടെ ഒരു കീറിക്കൊണ്ടുവന്ന ലുങ്കിയുടെ അറ്റം വെച്ച് അയാളുടെ കൈ കെട്ടി. അങ്ങനെ അയാളെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാണ് ഉണ്ടായത്. ഞങ്ങൾ ഇറങ്ങി പോകുമ്പോൾ വാതിൽ തുറന്ന ആ സ്ത്രീയും കുട്ടിയും ഞങ്ങൾ നോക്കി വളരെ നന്ദിപൂർവ്വം ഒന്ന് കൈ തൊഴുത് കാണിച്ചു. ഇപ്പോഴും ആ പ്രദേശത്തൂടെ പോകുമ്പോൾ നമ്മളെ കാണുമ്പോൾ അവിടെയുള്ള ആളുകൾ ഈ കാര്യം സംസാരിക്കാറുണ്ട്. പോലീസിന് ഒത്തിരി ഇമേജ് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് അന്ന് ഞങ്ങൾ ചെയ്ത ആ പ്രവൃത്തി. പുറത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ ജോലി വളരെ ഗ്ലാമറസ് ആണ്. പക്ഷേ ജീവനും സ്വത്തിനും സംരക്ഷണത്തിന് വേണ്ടി നിങ്ങളെടുക്കുന്ന റിസ്ക് വളരെ വലുതാണ് സാർ. താങ്ക് യു സാർ. താങ്ക് യു.